എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ എല്ലാ ദീനങ്ങൾക്കുമുള്ള ഔഷധം ഈ പ്രകൃതിയിലുണ്ട്. പ്രമേഹമാണ് ഇന്നത്തെ വിഷയം. 25 ഇരുമ്പമ്പുളി ഇടിച്ച് പിഴിഞ്ഞ് 1 ഔൺസ് കാന്താരി ജ്യൂസിൽ 1 പിടി ഉലുവയും ചേർത്ത് ഒരു രാത്രി വയ്ക്കുക. പിറ്റേന്ന് രാവിലെ എടുത്ത് കഴിക്കുമ്പോൾ 500-ലുള്ള ഷുഗർ നേരെ 100-ലെത്തും. ആഹാ, ഞാൻ പറഞ്ഞപ്പോൾ ആർക്കും വിലയില്ല. ഇതിപ്പോ തന്നെ ഗ്രൂപ്പിലേക്ക് അയക്കാം. എടാ സുധാകര, അന്ന് നിന്റെ ഷുഗർ മാറാൻ ഞാനൊരു ഒറ്റമൂലി പറഞ്ഞില്ലേ? ദേ അതന്നെ ഈ ഡോക്ടറും പറയണത്. നീ ഇതൊന്ന് പരീക്ഷിച്ച് നോക്ക്, നിന്റെ ഷുഗറൊക്കെ പമ്പ കടക്കും. അതെ, കൗസുമാമി പറയും പോലെ അല്ല കാര്യം. പ്രമേഹ ചികിത്സയിൽ ഭക്ഷണ ക്രമീകരണത്തിന് വലിയ പ്രാധാന്യമുണ്ട്. എന്നാൽ ഇരുമ്പൻപുളി ജ്യൂസ്, കാന്താരി ജ്യൂസ്, ഉലുവ വെള്ളം തുടങ്ങിയ ഒറ്റമൂലി പ്രയോഗങ്ങൾ കാര്യങ്ങൾ വഷളാക്കുകയുള്ളൂ. ഒറ്റയടിക്ക് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറഞ്ഞതായി അനുഭവപ്പെടുമെങ്കിലും വൃക്കയും കരളും ഉൾപ്പെടെ പല അവയവങ്ങളും ഈ ഒറ്റമൂലികൾ താറുമാറാക്കും. ഓരോ തവണ ഭക്ഷണം കഴിക്കുമ്പോഴും പ്ലേറ്റിൽ പകുതി പച്ചക്കറി എടുക്കുക, അതിനോടൊപ്പം പഴവർഗ്ഗം ചേർക്കുക, മറുപകുതിയുടെ പകുതി പ്രോട്ടീൻ ആൻഡ് ധാന്യം ഒരു പ്ലേറ്റിൻ്റെ കാൽഭാഗത്തിൽ താഴെ പരിമിതപ്പെടുത്തുക എന്നുള്ളതാണ് ഒരു സമീകൃത ഭക്ഷണ രീതി. പക്ഷേ ഇതിലേതെങ്കിലും ഒരു ഐറ്റം മാത്രം എടുത്തുകൊണ്ട് ഈ ഐറ്റം എല്ലാ ദിവസവും എല്ലാ നേരവും ഒരുപാട് കഴിക്കുക എന്ന് പറയുന്ന ഒരു ധാരണ ശരിയല്ല. ഒരു ചെറിയ ഒരു വിപത്ത് പറയുകയാണെങ്കിൽ, നമുക്ക് സാധാരണ മിക്കവാറും വീട്ടിൻ്റെ നടയിൽ വളരുന്നൊരു ചെടിയാണ് പുളിഞ്ചി. നമ്മൾ തെക്കൻ കേരളത്തിലൊക്കെ പുളിഞ്ചിക്ക എന്ന് പറയും, ഇരുമ്പൻ പുളി എന്നാണ് വടക്കൻ കേരളത്തിൽ പറയുന്നതെന്ന് തോന്നുന്നു. കിഡ്നിക്ക് ഏറ്റവും അധികം ദോഷം ചെയ്യുന്ന, കിഡ്നിയുടെ ഫെയിലിയറിനുള്ള ഒരു പ്രധാന കാരണം ഈ പുളിഞ്ചിക്ക ഒരുപാട് ഒരുമിച്ചെടുക്കുന്നതാണ്. അപ്പോൾ നമ്മളുടെ ചുറ്റുമുള്ള ഇത്തരത്തിൽ ഉള്ള സാധനങ്ങൾ അമിതമായി ഏത് സാധനം കഴിച്ചാലും അതിൻ്റെ ഭവിഷ്യത്തുകളെക്കുറിച്ച് നമുക്ക് കൃത്യമായി അറിയില്ല. അതുകൊണ്ട് സമീകൃതമായ ഭക്ഷണം കഴിക്കുക, നന്നായി വ്യായാമം ചെയ്യുക, ശരീരഭാരം നിയന്ത്രിച്ച് നിർത്തുക. ഇനി ഇതിൽ മാത്രം ഷുഗർ കൺട്രോൾഡ് ആകുന്നില്ലെങ്കിൽ ആവശ്യമുള്ള മരുന്നുകളും ഉപയോഗിക്കുക. പഞ്ചസാരയ്ക്ക് പകരം തേൻ, ശർക്കര ഉപയോഗവും അരി കുറച്ച് മറ്റ് ധാന്യങ്ങൾ കൂടുതലായി ഉപയോഗിക്കുന്നതും ഗുണം ചെയ്യില്ല. 4 തരത്തിലുള്ള മധുര ഭക്ഷണങ്ങളാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. അതിനെയാണ് നമ്മൾ അന്നജം എന്ന് വിളിക്കുന്നത്. ഏത് അന്നജം ദഹിച്ചാലും നമുക്ക് ലഭിക്കുന്നത് മധുരമാണ്. ഈ 4 വിഭാഗം എന്ന് പറഞ്ഞാൽ, ഒന്ന് മധുരമാണ്. മധുരം എന്ന് പറഞ്ഞാൽ പഞ്ചസാര, ശർക്കര, തേൻ, ഗ്ലൂക്കോസ്, ഇതെല്ലാം മധുരമാണ്. 2 ധാന്യം, കിഴങ്ങാണ്. 3 ഫ്രൂട്ട്സ്, 4 വെജിറ്റബിൾസ്. ഇത് 4-ൽ നിന്നും നമ്മുടെ ശരീരം ആഗിരണം ചെയ്യുന്നത് ഷുഗറാണ്. ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, മധുരത്തിൽ ഏതാണ്ട് 90 മുതൽ 100% ഷുഗറാണ്. അത് ഏത് മധുരമാണെങ്കിലും ഒരുപോലെയാണ്. ഒരു 5-10% ഇങ്ങോട്ടോ അങ്ങോട്ടോ വ്യത്യാസം കാണാം. ധാന്യം, കിഴങ്ങിൽ ഏതാണ്ട് 65 മുതൽ 80% ഷുഗറാണ്. ഫ്രൂട്ട്സിൽ ഏതാണ്ട് 15%, മധുരം കുറഞ്ഞവയിൽ. മധുരം കൂടിയതാണെങ്കിൽ ഒരു 25%. അതുപോലെ പച്ചക്കറികളിൽ 5% ഷുഗറാണ്. 2 കാര്യം പ്രധാനമാണ്. ലോ ഷുഗർ ആയിരിക്കണം. ലോ എന്ന് പറഞ്ഞാൽ ഹൈപ്പോഗ്ലൈസീമിയ അല്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു 70-100 ഇടയ്ക്ക്. 2 സ്റ്റഡി ഷുഗർ ആയിരിക്കണം. അതിന് ഏറ്റവും നല്ല ഭക്ഷണം പച്ചക്കറികളാണ്. കാരണം ഒരുപാട് കഴിച്ചാലും വയറ് നിറയും, പക്ഷെ വളരെ കുറച്ച് ഷുഗറേ അതിൽ നിന്നുണ്ടാകുള്ളൂ. കൗസല്യമാമി പറയുന്നതൊന്നുമല്ല കാര്യമെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? അതെ, കൗസുമാമി പറയും പോലെ അല്ല കാര്യം.